സഹകാരിയിലെ നോട്ടാണെന്നുണ്ടെങ്കിലും ക്ലാസ് ആണെന്നുണ്ടെങ്കിലും എല്ലാവർക്കും കിട്ടുന്ന ഒരു കാര്യമാണ് എനിക്കും കിട്ടുന്നുള്ളത്, എല്ലാവർക്കും. പക്ഷെ സഹകാരി പോലത്തെ ഒരു പ്ലാറ്റ്ഫോം നമുക്ക് തരുന്ന ഒരു കോൺഫിഡൻസ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു കോമ്പറ്റീഷൻ റേഞ്ചിലുണ്ട്. അതായത് കേരളത്തിലെ അങ്ങേ തല മുതൽ ഇങ്ങേ തല വരെയുള്ള എല്ലാവരും ഇതിൽ നമ്മുടെ സഹകാരിയിലുണ്ട്, പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. സോ നമ്മൾ ഈ ഒരു കോമ്പറ്റീഷനിൽ പാർട്ടാണെന്ന് മനസ്സിലാക്കലാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എനിക്ക് തോന്നുന്നു. അതറിയാൻ സഹകാരി ഒരു നല്ലൊരു പ്ലാറ്റ്ഫോം ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഫുഡ് സേഫ്റ്റി ഓഫീസർ സക്സസ് സ്റ്റോറി സീരീസ് സഹകാരി കണ്ടിന്യൂ ചെയ്യുകയാണ്. അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ഈ പറഞ്ഞ പോലെ ഇന്ന് നമ്മൾ പരിചയപ്പെടുന്ന വളരെ സ്പെഷ്യൽ ഒരു റാങ്ക് ഹോൾഡറാണ്. 10ാം റാങ്ക് മേടിച്ചിട്ടുള്ളത് നമ്മുടെ സജാദ് അലിയാണ്. അപ്പോൾ നിലവിലെ ആദ്യ 10ൽ 8 റാങ്കുകൾ സഹകാരിയുടെ ചുണക്കുട്ടികളാണ്, 1ാം റാങ്ക് അടക്കം. അപ്പോൾ അതിൽ വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു അപ്രോച്ച് പറയാൻ ഉള്ള ഒരാളാണ്. സജാദിൻ്റെ എത്രാമത്തെ PSC എക്സാമിനേഷനാണ്? ഒന്നാമത്തെ PSC എക്സാമിനേഷൻ തന്നെ ക്രാക്ക് ചെയ്ത് നിൽക്കുന്ന ആളാണ്. അതുപോലെ നമ്മളെ ടെക്നിക്കൽ അസിസ്റ്റന്റ് പരീക്ഷയിൽ നമുക്ക് അത്യാവശ്യം മികച്ച റാങ്ക്, ഇതിനേക്കാൾ മികച്ച റാങ്ക് നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുന്ന ആളും കൂടെയാണ്. അപ്പോൾ മോനെ, നമ്മൾ ഈ ഒരു ഫുഡ് സേഫ്റ്റി എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ട് എന്തായിരുന്നു? BSc ഫുഡ് ടെക്നോളജി ആയിരുന്നു, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ. ഓക്കെ. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം എത്ര കാലം നമ്മൾ വേറെ വർക്കല്ലോ ചെയ്തായിരുന്നു? ഞാൻ 1 വർഷം ഒരു കമ്പനിയിലെ ലബോറട്ടറിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ പുറത്തോട്ട് പോകാനുള്ള പ്ലാനും അതിൻ്റെ വിസ പ്രോസസ്സിങ് കാര്യങ്ങളൊക്കെ ആയിട്ട് 1-2 വർഷം IELTS അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടി പുറത്ത് കാനഡയിലോട്ട് PG ഡിപ്ലോമ ചെയ്യാൻ വേണ്ടി പോകാൻ കയറി. പക്ഷേ അത് അവസാന നിമിഷം ഈ ഒരു വിസ റിജക്ഷൻ എന്ന് പറയുന്നൊരു സംഭവത്തിൽ പെട്ടു. അതിനുശേഷം ദുബായിലോട്ട് വിസിറ്റ് ചെയ്യാമെന്നുള്ള ഒരു പ്ലാനിലായിരുന്നു. അതിൻ്റെ വിസ എടുത്തു. ആ ടൈമിലാണ് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത്. ആ ടൈമിലാണ് സാറിൻ്റെ ഈ ഒരു വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ നമ്മൾ പുറമേക്ക് ഒന്ന് മൈഗ്രേറ്റ് ചെയ്യാനുള്ള പ്ലാൻ നിൽക്കുന്നു. അപ്പോൾ അവിടെ നിന്ന് നേരെ ഷിഫ്റ്റ് ചെയ്ത് നമ്മുടെ നാട്ടിൽ തന്നെ ഏറ്റവും മികച്ച ഒരു പോസ്റ്റിലേക്ക് എത്തുന്നു. അപ്പോൾ ഓരോ ചെറിയ ചെറിയ കാര്യത്തിനും നമ്മുടെ ലൈഫിന് വലിയൊരു ഇൻപുട്ട് തരാനുണ്ടല്ലേ. നമ്മുടെ ശരിക്കും നമ്മുടെ ജോലിയുടെ അല്ലെങ്കിൽ പറഞ്ഞ പ്രൈവറ്റ് മേഖല എന്ന് പറയുമ്പോഴത്തേക്കും വലിയൊരു പ്രതിസന്ധിയിലൂടെ കടന്നു പോകാൻ പോകുന്ന സമയം കൂടെയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്, AI കടന്നു ഓരോ കൂടെയൊക്കെ. അപ്പോൾ നമ്മൾ ബ്രെയിൻ വെച്ച് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ ആ സ്ഥലത്തുള്ള ഒരു ജോലിയുടെ സാധ്യത മങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സർക്കാർ ജോലിയുടെ സാധ്യത വരുന്നതും അവിടെയാണ്, വലിയ സാധ്യതയാണ്. അപ്പം നമുക്കിപ്പോൾ ഈ ഒരു സഹകാരിയായിട്ട് വന്നതിന് ശേഷം ഉണ്ടായിരുന്നിട്ടുള്ള സജാദിൻ്റെ ആ ഫസ്റ്റ് ഇംപ്രഷൻ എന്താണ്? എന്ത് പ്രതീക്ഷ വന്നത്, എന്താ കിട്ടിയത്? ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഈ മാർച്ച് ബാച്ചാണെന്ന് എനിക്ക് തോന്നുന്നു. മാർച്ചിൽ ജോയിൻ ചെയ്തു. അതിനുശേഷം പിന്നെ അത് പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റ് PSC ആണ്. ഈ ഒരു PSCൻ്റെ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെ, എൻ്റെ ഒരു കോൺസെപ്റ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ എക്സാം വിളിക്കുന്നു, എക്സാം നടക്കുന്നു, ഒരു പ്രോസസ്സ്, ഒരു ഫാസ്റ്റ് പ്രോസസ്സിങ് ആണെന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ ഇതിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞ് 3 മാസം ആവുന്നു, 4 മാസം ആവുന്നു, ഇതിൻ്റെ എക്സാം ഡേറ്റ് വീണ്ടും വരുന്നില്ല. പിന്നെ ആകെ കൂടെ അറിയുന്നൊരു കാര്യം എന്താ വെച്ചാൽ എക്സാം ഡേറ്റ് വന്നു കഴിഞ്ഞാൽ 3 മാസം ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ അതുകൂടെ വരാത്തതാകുമ്പോൾ ഈ ഒരു പ്രോസസ്സ്, ഈ ഒരു എക്സാം എത്ര നീണ്ടുപോകുമെന്ന് അറിയാത്തൊരു കാര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ടൈമിലാണ് സഹകാരി നമ്മുടെ ഒരു സ്കോളർഷിപ്പ് എക്സാം നടത്തിയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ സാർ എനിക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഈ റിസൾട്ട് പബ്ലിഷ് ചെയ്തതിന് മുന്നേ തന്നെ സാർ എനിക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് റാങ്ക് ഉണ്ട് അതിൽ. അപ്പോൾ ആ ടൈമിൽ ഞാൻ സാറിനോട് പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു. സാർ ഓർക്കുന്നുണ്ടോ എനിക്കറിയില്ല. സാർ എനിക്കൊരു ഫ്രണ്ട് ഏകദേശം ഒരു ജോബ് സെറ്റാക്കിയിട്ടുണ്ട് GCC കൺട്രിയിൽ. അപ്പോൾ ഞാൻ അങ്ങനെ പോകാനുള്ള പ്ലാനാണ്. സാറ് മീൻസ് ഈ എക്സാം വിളിക്കുന്നില്ലല്ലോ, നമ്മുടെ ആ സ്കോളർഷിപ്പ് എക്സാം നടക്കുന്നത് ഈ ഒരു സഹകാരിയിലൊക്കെ ജോയിൻ ചെയ്തിട്ട് 2-3 മാസത്തിന് ശേഷമാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഏകദേശം ഈ ഒരു പീരീഡ് ആയപ്പോൾ തന്നെ ഈ എക്സാം എന്ന് നടക്കുന്നോ, ഇതെന്ന് ജോലിയിൽ ലാൻഡ് ചെയ്യാൻ പറ്റും. ജോലി മീൻസ് ഇതൊരു നമുക്കറിയില്ലല്ലോ, ഇത് നടക്കുന്നറിയില്ല. ഇനി നടന്നാലും നമുക്ക് ഇതിൽ എത്രത്തോളം കിട്ടുമെന്നും അറിയില്ല. അപ്പം സഹകാരിയിൽ സാറ് അന്ന് അങ്ങനെ പറഞ്ഞു, GCC കൺട്രീസിലെ ജോബ് നമുക്ക് എന്ന് വേണേലും കിട്ടും, നീ ഇതിനൊന്ന് ഇരുന്ന് നോക്കുക, ഏതായാലും നീ ട്രൈ ചെയ്യുന്നുണ്ടല്ലോ, നിനക്ക് റിസൾട്ട് കിട്ടാൻ ചാൻസ് ഉണ്ട് എന്നുള്ള സാർ അന്ന് എനിക്ക് വിളിച്ച് പറഞ്ഞു. ആ ഒരു ഇതിൽ പിന്നെ അങ്ങനെ കണ്ടിന്യൂ ചെയ്തതാണ്. അതൊരു കോൺഫിഡൻസ്. അതായത് ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ സഹകാരിയിലെ നോട്ടാണെന്നുണ്ടെങ്കിലും ക്ലാസ് ആണെന്നുണ്ടെങ്കിലും എല്ലാവർക്കും കിട്ടുന്ന ഒരു കാര്യമാണ് എനിക്കും കിട്ടുന്നുള്ളത്, എല്ലാവർക്കും ഈക്വൽ. പക്ഷെ സഹകാരി പോലത്തെ ഒരു പ്ലാറ്റ്ഫോം നമുക്ക് തരുന്ന ഒരു കോൺഫിഡൻസ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു കോമ്പറ്റീഷൻ റേഞ്ചിലുണ്ട്. അതായത് ഒരു കേരളത്തിലെ അങ്ങേ തല മുതൽ ഇങ്ങേ തല വരെയുള്ള എല്ലാവരും ഇതിൽ നമ്മുടെ സഹകാരിയിലുണ്ട്, പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. സോ നമ്മൾ ഈ ഒരു കോമ്പറ്റീഷനിൽ പാർട്ടാണെന്ന് മനസ്സിലാക്കലാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എനിക്ക് തോന്നുന്നു. നമ്മൾ സെൽഫ് സ്റ്റഡി ആണെന്നുണ്ടെങ്കിലും ഒരാൾക്ക് വേണമെങ്കിൽ കഴിയാം, മേ ബി പോസിബിൾ ആണ്. പക്ഷെ അതിലൊരു അൺസർട്ടനിറ്റി ഉണ്ട്. നമ്മൾ ഈ ഒരു ഇത് കടക്കുമോ, അല്ലെങ്കിൽ നമ്മൾ ഈ മത്സരത്തിൽ പാർട്ടാണോ, അതറിയാൻ സഹകാരി ഒരു നല്ലൊരു പ്ലാറ്റ്ഫോം ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്.
അപ്പോൾ അവിടെ നമ്മുടെ മെൻറ്റർഷിപ്പ് എങ്ങനെയാണ് നിന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായത്? മെൻറ്റർഷിപ്പ് എന്ന് പറയുമ്പോൾ മിഥുൻ സാറായിട്ട് നിരന്തരം കോണ്ടാക്ട് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. പിന്നെ പുള്ളി നോട്ട്സ് ആണെന്നുണ്ടെങ്കിലും കാര്യങ്ങളൊക്കെ എപ്പോഴും അയച്ചു തരാനും കാര്യങ്ങൾ ആളൊരു വലിയൊരു പാർട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ നമ്മളിപ്പോൾ സപ്പോസ് നമ്മൾ ഈ പുറമേക്ക് പോകാനുള്ള തീരുമാനമൊക്കെ ഉപേക്ഷിച്ച് നിൽക്കുമ്പോഴത്തേക്കും നമ്മുടെ ഫാമിലിയുടെ അപ്രോച്ച് എങ്ങനെയായിരുന്നു? അതും നല്ലൊരു സപ്പോർട്ടാണ്. കാരണം നമ്മൾ എടുത്ത് പറയേണ്ട സപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ അതോ അവർ അങ്ങനെ പോകണം? തീർച്ചയായും. കാരണം പുറത്ത് പോകണം എന്നല്ല, ഫാമിലി മീൻസ് നമ്മുടെ ഒരു 27-28 വയസ്സ് പ്രായത്തിൽ നമ്മളൊരു അൺഎംപ്ലോയിഡ് ആയിട്ട് നിൽക്കുമ്പോൾ ഉള്ളൊരു ചെറിയ ബുദ്ധിമുട്ട് എന്തായാലും ഉണ്ടാവും. അപ്പോൾ പക്ഷേ ഫാമിലി അങ്ങനെയല്ല, ഫാമിലി ഇത് തന്നെ ക്രാക്ക് ചെയ്തു. അവർക്ക് എന്നെ കൂടുതൽ വിശ്വാസമായിരുന്നു. ഓക്കെ, അപ്പോൾ അത് വലിയൊരു കാര്യമാണ്. കാരണം നമ്മൾ ഈ ഒരു പ്രായത്തിൽ നിൽക്കുമ്പോൾ കുത്തുവാക്കോ അല്ലാതെ എന്താ പറയുക, ഒരു സപ്പോർട്ട് ഉണ്ടല്ലോ. ആ ഒരു സപ്പോർട്ട് ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് എല്ലാവർക്കും. കാരണം എനിക്ക് തോന്നുന്നു ഇതിൽ ഈ ഒരു എക്സാമിലൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഏറ്റവും കൂടുതൽ ചലഞ്ചിങ് ആയിട്ടുള്ളൊരു കാര്യം ഈ ഒരു ഏജിൽ, അതായത് പ്രൈം ഏജിൽ ജോബ് തിരയേണ്ട ടൈമിൽ അല്ലെങ്കിൽ നമ്മളൊരു സെറ്റിൽ ആവേണ്ട ടൈമിൽ ഇതിനു വേണ്ടി, അതായത് ഈ ഒരു PSC എന്ന് പറയുന്നത് എന്താ പറയുക, കിട്ടിക്കഴിഞ്ഞിട്ട് നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല. നമ്മൾ അതിനു മുന്നേ നമ്മൾ ചിലപ്പോൾ വർഷങ്ങൾ ഇതിനു വേണ്ടി നിൽക്കേണ്ടി വരും. പക്ഷെ അതിൽ റിസൾട്ടിൽ ലാൻഡ് ചെയ്യാത്തവരുണ്ട്. ഇപ്പോൾ എൻ്റെ കൂടെ തന്നെ നന്നായി പഠിച്ചിരുന്ന ഒരുപാട് പേരുണ്ട്. അതായത് ഇതുപോലെ 1-2 വർഷം ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്തിട്ടും ലാൻഡ് ചെയ്യാത്ത. അപ്പോൾ ആ ഒരു അൺസർട്ടനിറ്റി അതിലുണ്ടെന്നുണ്ടെങ്കിലും എത്താൻ പറ്റണം. നമുക്ക് നെക്സ്റ്റ് ടേക്കിൽ നിങ്ങളിപ്പോൾ ഞാൻ എപ്പോഴും നിങ്ങളുടെ എല്ലായിടത്തും പറയുന്ന കാര്യമാണ്, ഇപ്പോൾ നമ്മുടെ എല്ലാവരുടെയും വിജയം എന്ന് പറയുമ്പോൾ ഒരു രാത്രി കഴിയുമ്പോൾ ഉണ്ടാകുന്ന വിജയമല്ല. നമ്മൾ ഓരോ ദിവസവും നിങ്ങൾ ഇടുന്ന എഫേർട്ട് എന്ന് പറയുമ്പോഴത്തേക്കും ആ എഫേർട്ട് ആ ഒരു ബ്രിക്ക് പോലെ നെക്സ്റ്റ് ബ്രിക്ക് അങ്ങനെയാണ്, അതിൻ്റെ ക്യുമുലേറ്റീവ് ഔട്ട്കമാണ് ഓരോരുത്തരുടെയും വിജയം എന്ന് പറയുമ്പോഴത്തേക്കും. അപ്പോൾ ഈ പ്രാവശ്യം ഇല്ലെങ്കിൽ അടുത്ത പ്രാവശ്യം, അല്ലെങ്കിൽ ഇത് നിങ്ങൾ ഇന്ന് പഠിക്കുന്ന കാര്യങ്ങൾ എന്നാലും എവിടെയായാലും അത് യൂസ്ഫുൾ ആകും എന്നുള്ള കാര്യം എല്ലാവരും മനസ്സിലാക്കുക. അപ്പോൾ നമുക്ക് ഇത്തരത്തിൽ നിൽക്കുന്ന കുട്ടികൾക്ക് എന്ത് മെസ്സേജാണ് സാധ്യത കൊടുക്കാറുള്ളത്? മെസ്സേജ് പറഞ്ഞാൽ ഇതിന് വേണ്ടത് കൺസിസ്റ്റൻസിയാണ്. അത് പെട്ടെന്ന് കിട്ടില്ല, പിന്നെ ഡിമോട്ടിവേറ്റ് ആവാൻ ചാൻസ് ഉണ്ട്. കാരണം ഫസ്റ്റ് BSc ആയതുകൊണ്ട് തന്നെ എനിക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇത് ഒരു സ്ലോ പ്രോസസ്സാണ്. എക്സാം നോട്ടിഫിക്കേഷൻ വന്ന് അതിൻ്റെ ഇടയിൽ എക്സാം കൺഫർമേഷൻ വന്ന് പിന്നെ ഇൻ്റർവ്യൂവിന് വെയിറ്റ് ചെയ്ത് പിന്നെ അതിൻ്റെ റിസൾട്ട് വന്ന് അതൊരു ജോബിലേക്ക് ലാൻഡ് ചെയ്യുമ്പോൾ എന്തായാലും 1-2 വർഷം പിടിക്കും. 2 വർഷം പിടിക്കും. അപ്പോൾ ആ ഒരു ലോങ് പ്രോസസ്സാണ്. അതിൽ തളരാതിരിക്കുക, അത് അതിൻ്റെ പാർട്ടാണ് മനസ്സിലാക്കുക. അതുപോലെ നമുക്ക് ജോബ് സെക്യൂരിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് എല്ലാവരും നന്നായിട്ട് പ്രവർത്തിക്കുക. എല്ലാവർക്കും വിജയാശംസകൾ നേരുകയാണ്.